കൊന്നിച്ചുവോ മിനസാൻ റിട്ടേൺ ഓഫ് ദി മൗണ്ട് ഹുവ സെക്റ്റിന്റെ സീസൺ 1ന്റെ എപ്പിസോഡ് 8ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അങ്ങനെയുള്ള 2-3 എപ്പിസോഡ് ഒരു രക്ഷയും കാണത്തില്ല. സോ അതൊന്നും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ബിക്കോസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ അപ്പോൾ വന്നത്? അതെ. അല്ല, പറഞ്ഞു വരുന്നത് കൂടെ ആരും ഇല്ലെന്നാണോ? ആ, അത് തന്നെ. ഈ സമയത്ത് അവന്റെ സെർവന്റിനെ അവൻ നോക്കി. പെട്ടെന്ന് ഒരു സൈലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മൗണ്ട് ഹോസെക്ടി എൻജോ മെർസെങ്കിളിനെ താഴ്ത്തി കാണുകയാണെന്ന് വരെ അവരെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇത് പെട്ടെന്നാണ് അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു വന്നത്. യങ് മാസ്റ്റർ, ഞാൻ എന്താണ് താങ്കളോട് പറഞ്ഞത്? ഈ മൗണ്ട് ഹോസെക്ടി ഇവന്മാർ വെറും നാറുകളാണ്. താങ്കൾ ആ ടൈം ചുമ്മാ വേസ്റ്റ് ചെയ്യുവാണ്. താങ്കൾ എന്താണ് വിചാരിച്ചത്? ഇവന്മാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നോ? ഇവന്മാർ ശരിക്കും ഒരു വിഡ്ഢികളാണ്. താങ്കളിപ്പോൾ അവന്മാരുടെ ഒരു ആട്ടത്തിന് ഇരയാകാൻ പോകുകയാണ്. ഞാൻ കേട്ടിരുന്നു ദ ഗ്രേറ്റ് മൗണ്ട് ഹോസെക്ടിന്റെ ലീഡർ ശരിക്കും വയസ്സുള്ളൊരു മനുഷ്യനാണെന്ന്. പക്ഷെ ഒരു പയ്യനെ വിട്ട് ഇതേപോലെ എല്ലാവരെയും പറ്റിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഹ, വെറുതെ അല്ല, ഈ ഒരു ലുക്കിന്റെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഒന്ന് ഞാൻ ഉയർത്തി കാണിച്ചു തരാം. എന്നിട്ട് അവൻ ബോ ചെയ്തിട്ട് പറയും ചെയ്യും, എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഗ്രീറ്റിംഗ്സ് നേരുന്നു എന്ന് എനിക്കറിയാം. ഞാൻ ചങ്മ്യങ്, തേർഡ് ഡിസിപ്ലിൻ ഓഫ് ദി മൗണ്ട് ഹോസെക്ട്. താങ്കളയച്ച ലെറ്റർ നാസ്ബന്ധമൊക്കെയാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് താങ്കളുടെ അച്ഛൻ സഫർ ചെയ്യുന്ന ആ ഒരു അസുഖത്തിനെ പറ്റി ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. പെട്ടെന്ന് അവൻ ഞെട്ടി. അല്ല, നീ എന്താണ് പറഞ്ഞത്? എൻ്റെ അച്ഛൻ്റെ ഡിസീസിനെ പറ്റി? ആ, അത് തന്നെ. ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ പറയുന്നത്. ഇത്ര നാള് ഒത്തിരിയധികം ഡോക്ടേഴ്സ് വന്ന്, വിദഗ്ധരായുള്ള പലരും വന്ന്, പക്ഷെ ഒരാൾക്ക് പോലും എൻ്റെ അച്ഛൻ്റെ ഡിസീസ് എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. മേ ബി. വീണ്ടും അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് മുന്നിലേക്ക് നടന്നു. എടാ കുരിപ്പേ, ഈ ചെറിയ പ്രായത്തിൽ നീ ഇവരെ പറ്റിക്കാൻ നോക്കുവാണോ? യങ് മാസ്റ്റർ, വെറുതെ ഇവിടെ സമയം കളയൊന്നും വേണ്ട. ഈ കുരിപ്പ് താങ്കളെ പറ്റിക്കാൻ നോക്കുകയാണ്. താങ്കൾ അകത്തേക്ക് ചെല്ല്, അതായിരിക്കും നല്ലത്. എക്സ്ക്യൂസ് മീ, ആരാടാ നീ കുരുപ്പെന്ന് വിളിക്കുന്നത്? പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടി. അല്ല, നീ എന്നോടാണാ പറഞ്ഞത്? പിന്നെ ആരാടാ എന്നെ കുരുപ്പെന്ന് വിളിച്ചത്? ഡാ നായെ, അഹങ്കരിക്കില്ലേ? നീ മൗണ്ട് ഹോസക്കിലെ വേറൊരു തേർഡ് ഡിസിപ്ലിൻ എന്നുള്ള കാര്യം മറക്കണ്ട്. വേ വേ വേ, നീ ആരാണ്? സാധാരണ ഡിസിപ്ലിലെ ഒരാളല്ലേ, അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ആരുമില്ലല്ലോ. അല്ല, നീ ഒരു ഡോക്ടറാണോ ഇവിടെ ഒന്ന് കിടന്ന് കാണിക്കാനായിട്ട്? അതിലുപരി നിനക്ക് എന്തർത്ഥത്തിലാണ് നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത്? അതുമല്ല, നീ ഇനി ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്ര നാളായിട്ട് എൽഡർ ഹോങ്ങിന്റെ ഡിസീസ് എന്താ നീ ക്യൂർ ചെയ്യുന്നത്? എൽഡർ ഹോങ് ഇപ്പോൾ സഫർ ചെയ്യുന്നത് ഒരു ഡിസീസാണ്. അത് ടയോയിലെ വഴിയിലേക്ക് പോകാത്തതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ആ ഒരു ടോയ്സ് റിച്വൽ ചെയ്യാൻ വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് കഴിയാൻ നേരത്ത് അദ്ദേഹം ഓക്കെ ആയിക്കോളൂ. ശരിയാണ് ശരിയാണ്. കേൾക്കാൻ നേരത്തെ വിശ്വസിച്ചു. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ യങ് മാസ്റ്റർ, താങ്കൾ എത്രയും പെട്ടെന്ന് വുഡാങ് സെറ്റിനെയോ അല്ലെങ്കിൽ കുലങ് സെറ്റിനെയോ വിളിക്കണം. കാര്യം ഇവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ കുറച്ചുകൂടെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സദേൺ റിജ് സെക്റ്റും മൗണ്ട് ഹോ സെക്റ്റും ടോയ്സിന്റെ പാതയാണ് പിന്തുടരുന്നത്. എന്നാൽ ഇവരെക്കാട്ടും നല്ല ടോയ്സ് ഇന്ന് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് അതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. താങ്കൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. എന്തേ, അതല്ലേ കുറച്ചുകൂടെ നല്ലത്? താങ്കളത് എഗ്രി ചെയ്യുന്നില്ലേ യങ് മാസ്റ്റർ? നിനക്കെത്ര ധൈര്യം കൊണ്ടിട്ടാണ് നിന്റെ സെക്റ്റിലുള്ളവർ മൂത്തുവരെ ബഹുമാനിക്കാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? സോറി സോറി, ഇവനെ എനിക്ക് ഒട്ടും തന്നെ. യങ് മാസ്റ്റർ, മര്യാദക്ക് എന്നെ പറഞ്ഞു വിടുന്നതാണ് നല്ലത്. ഇവൻ എത്ര പെട്ടെന്ന് പറഞ്ഞു കേട്ടോ, ഇവൻ ചുമ്മാ താങ്കളെ പറ്റിക്കാൻ നോക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയില്ല. എൽഡർ, ഞാൻ ഒരു കാര്യം പറയാം. ഇത് സദേൺ സെക്ട് അല്ല, പകരം എൻചോ മെർച്ചന്റ് ഗിൽഡാണ്. അത് മറക്കണ്ട. അത് കാണുന്നത് എൻ്റെ ഗസ്റ്റാണ്. സോ അതിൻ്റെ ബഹുമാനത്തിനെങ്കിലും താങ്കൾ അവരോട് പെരുമാറണം. യങ് ഡിസിപ്ലിൻ, ആദ്യം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ? ആ, തീർച്ചയായിട്ടും. താങ്കൾ പറഞ്ഞത് വെച്ച് എൻ്റെ അച്ഛൻ്റെ അസുഖം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാവുന്ന. സോ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് കേൾക്കണം. ശരി, ഞാൻ കേട്ടത് ശരിയാണെന്നുണ്ടെങ്കിൽ എൽഡർ ഹോങ് ശരിക്കും ട്രാവൽ ചെയ്യാനുണ്ട്. അതെ, അദ്ദേഹത്തിന് ഈ അസുഖം ബാധിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉറപ്പായിട്ടും കിലാൻ മൗണ്ടൻസിൽ വഴിയായിരിക്കണം പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അല്ല, അല്ല, സത്യമല്ല. ഏ, എന്ത്? അല്ല, അപ്പൊ ആരെങ്കിലും അദ്ദേഹത്തിനെ ആംബുഷ് ചെയ്തിരുന്നോ? അത് സത്യമല്ലേ? അതും സത്യമല്ല. അദ്ദേഹത്തിനെ ആംബുഷ് ചെയ്തിട്ട് ഇപ്പൊ 5 വർഷത്തിൽ കൂടുതൽ എങ്ങാണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഏ, അങ്ങനെ ഒരു മാർഗ്ഗമില്ലല്ലോ. അല്ല, അപ്പൊ പിന്നെ ആരെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് അടിച്ചു കൂട്ടിയായിരുന്നോ? അടിച്ചു കൂട്ടിയായിരുന്നെന്നാ? ഇവൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? പെട്ടെന്ന് സദേൺ ഡിസ്ട്രിക്റ്റിലെ ആ ഒരു എൽഡർ വീണ്ടും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതല്ലേ, ഇത് വെറുതെ സമയം കളയാനുള്ള കാര്യം മാത്രമാണ്. ഈ മൗണ്ട് ഹോസെക്കിലെ നായകൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു കോപ്പ് പറഞ്ഞൂടാ. താങ്കളെ പറ്റിക്കാൻ നോക്കുകയാണ്. അപ്പോ ഡാ കുരുപ്പേ, മര്യാദക്കൊടുന്ന് പോകാൻ നോക്ക്. യങ് ഡിസിപ്ലിൻ, താങ്കൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും എൻ്റെ അച്ഛൻ്റെ അവസ്ഥ വയ്യാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ എനിക്കിനി അധികം നേരം എന്നോട് ക്ഷമിക്ക്. താങ്കൾ എന്തായാലും തിരിച്ചു പൊക്കോളൂ. മൗണ്ട് ഹൊസക്കിന് ഞാൻ എൻ്റെ ലെറ്റർ അയച്ചോളാം. സത്യം പറഞ്ഞാൽ അതും പറഞ്ഞുകൊണ്ട് അവന്മാർ ആ ഒരു വാതിൽ അടക്കാൻ തുടങ്ങി. എന്നാൽ ചങ്മെങ് വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ല. പെട്ടെന്ന് അതിൽ കയറി പിടിച്ചിട്ട് അവൻ പറയുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ശരീരത്ത് പല ഭാഗങ്ങളിലും ചുമന്നു വരുന്നുണ്ട്. ചുമന്നു വരുന്നത് മാത്രമല്ല, അവിടെ തണുപ്പ് കൂടിക്കൂടി വരുന്നുണ്ട്. പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ഞെട്ടി. ആ ചുമന്ന തൊലിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നിടത്ത് അത് വൈറ്റ് കളറിലേക്ക് മാറും. അതിന്റെ അടുത്ത നിമിഷം തന്നെ അത് വീണ്ടും പഴയ പോലെ ആകുകയും ചെയ്യും. അദ്ദേഹത്തിന്റെ ബോധം പലതവണ പോകുന്നുണ്ട്. അതിലുപരി അദ്ദേഹം നന്നായിട്ട് വിറക്കുന്നുണ്ട്. ഒരു ഐസ് കേവിൽ ട്രാപ്പായ പോലെയാണ് അദ്ദേഹം തണുത്ത് വിറക്കുന്നത്. കഴുത്തിന്റെ പുറകിലായിട്ട് കറുത്ത കുത്തുകളും കാണാൻ സാധിക്കും. ഇതും കൂടെ കേട്ടപ്പോൾ പെട്ടെന്ന് അത് വലിച്ചു തുറന്ന്, നിനക്കെങ്ങനെയാണ് അതറിയാവുന്നത്? എന്തേ, ഞാൻ ഇനിയും കണ്ടിന്യൂ ചെയ്യണോ? പ്ലീസ് അകത്തേക്ക് വാ, ഞാൻ തന്നെ താങ്കൾ അവിടേക്ക് ഗൈഡ് ചെയ്യാം. യങ് മാസ്റ്റർ, താങ്കൾ എന്താണ് പറഞ്ഞത്? ഇവൻ അകത്ത് തരാൻ പോകണോ? ആ പറഞ്ഞതെല്ലാം ഒരു ഹാംഫുൾ ഉള്ള ക്യൂയുടെ ഇമ്പാക്റ്റ് മാത്രമാണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ. അല്ല, താങ്കൾ പറഞ്ഞിരുന്നു ഹാംഫുൾ ആയ ക്യൂ ആയിരിക്കും, ഡാർക്ക് ക്യൂ ആണെങ്കിൽ. എങ്കിൽ പിന്നെ ഇത്ര നാളിട്ട് താങ്കൾക്ക് എന്താണ് അത് ക്യൂർ ചെയ്യാൻ പറ്റാഞ്ഞത്? അല്ല, അത് താങ്കൾക്ക് ഇതുവരും പ്രശ്നമായിരിക്കും, പക്ഷേ ഇതെന്റെ ആവശ്യമാണ്. സോ ഇനിയും താങ്കൾ ഈ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സദേൺ എഡ്ജ് സെക്ടിനെതിരെ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. സത്യം പറഞ്ഞാൽ അത് അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. നാശമെന്ന് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് അകത്തേക്ക് കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് എൽഡർ ഹാങ്ങിന്റെ ആ ഒരു റൂമാണ്. ചെങ്മെങ് അതിന്റെ തൊട്ട് മുമ്പിൽ നിപ്പോണ്ട്. ഞാൻ വിചാരിച്ചാലും കുറച്ച് മോശമാണ് ഈ കേസ്. സിംറ്റംസ് വെച്ചുകൊണ്ട് ഇത് ഡീമൺ ഫ്ലവർ തന്നെയാണ്, പക്ഷെ ഇത് കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. അദ്ദേഹത്തിന് ആരെങ്കിലും ഹയർ റാങ്കിലുള്ള ഒരാളെ അറ്റാക്ക് ചെയ്തതെങ്കിൽ 1 വർഷം എന്തായാലും അദ്ദേഹം സർവൈവ് ചെയ്യത്തില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈയെടുത്ത് ചെങ്മെങ് പിടിച്ച് അവന്റെ ക്യൂയൊക്കെ യാഥാർത്ഥ്യനിട്ട് തുടങ്ങി. അത് അതിന്റെ അകത്തേക്ക് അയക്കുകയും ചെയ്തു. ശരിയാണ്, ഇത് കംപ്ലീറ്റഡ് ആയിട്ടില്ല. അല്ല, ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലേ? കുഴപ്പമൊന്നുമില്ല, ഇത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടോ കാര്യമൊന്നുമല്ല. ആ, എനിക്ക് തോന്നിയായിരുന്നു വന്നവരും പോയവരും ഏ നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? അല്ല, ഡിഫിക്കൽട്ട് ആയിരിക്കത്തില്ലെന്ന്. അദ്ദേഹത്തിന്റെ ബോധം പോയിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പ്രിക്കോഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ നെറ്റിയിലുണ്ടായിരുന്ന ആ ഒരു ചുമന്ന സംഭവം പതുക്കെ കുറയുന്നത് കണ്ടു. അല്ല, ഇത് കുഴപ്പമില്ല, കുഴപ്പമില്ല. അദ്ദേഹത്തിന് എന്തായാലും കുറച്ച് സമയം എടുത്താലേ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ചെയ്യാനുണ്ട്. പ്രിപ്പറേഷൻസോ? താങ്കൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ? പിന്നെ കാണുന്നത് പാത്രങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നതാണ്. ചെങ്ങങ്ങട്ടെ വയറ് നിറച്ച് കഴിച്ചിട്ടിരിക്കുകയാണ്. യങ് ഡിസിപ്ലിൻ, താങ്കൾ കുറച്ച് പ്രിപ്പറേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതെന്തായിരുന്നു? അത് ആ അത് ഞാൻ പറയാം. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നല്ല എനർജി വേണം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. പറഞ്ഞതുപോലെ ഇവിടുത്തെ ഫുഡിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്ല, എനിക്ക് പിന്നെ ശരിക്കും വിശ്വസിക്കാവോ? അവൻ നേരത്തെ ചെയ്ത കാര്യം ഇതുവരെ ആർക്കും തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഉള്ളത് പറയാലോ, ഇവിടെ താങ്കളുടെ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്നതല്ല ഏറ്റവും വലിയ പ്രശ്നം. അതിലുപരി അദ്ദേഹത്തിന് എങ്ങനെ ഇത് പിടിപെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാൻ പോകുകയാണ്. താങ്കളുടെ അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? സത്യം പറഞ്ഞാൽ ഒരു എൽഡർ ആണെങ്കിൽ കുഴപ്പമില്ല. ആരാണ് അച്ഛനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്? ജേർണിയിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും എന്തെങ്കിലും സഹായിക്കാനാണെങ്കിലും. അതിലുപരി താങ്കൾ ഒട്ടും തന്നെ സസ്പെക്റ്റ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരെ പറഞ്ഞാൽ മതി. താങ്കളെ കൂട്ടണ്ട കേട്ടോ ആ കൂട്ടത്തിൽ. അല്ല, ക്ലോസസ്റ്റ് ആയിട്ട് നിൽക്കുന്നോ? അതെ. അല്ല, ഇതെന്തിനാ തിരക്കിയത്? ട്രീറ്റ്മെൻറ്റ് കാര്യത്തിലാണ്. അങ്ങനെ ചോദിച്ചാൽ എന്നെ കൂട്ടാതെ എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. കാര്യം എൻ്റെ അച്ഛൻ എല്ലാവരുമായിട്ട് അടുത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ നീ പറഞ്ഞ ഇത് വെച്ച് നോക്കാറുണ്ട് ഒരു 5 പേരെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചാലും പാടാണ്. ഇതും പറഞ്ഞുകൊണ്ട് അവൻ ആ ചിക്കൻ കഴിച്ചു കഴിഞ്ഞു. അല്ല, താങ്കൾ എന്താണ് കണ്ടെത്താൻ നോക്കുന്നത്? അത് കൊള്ളാം. യങ് മാസ്റ്റർ, താങ്കൾക്കത് അറിയാത്തതുകൊണ്ടാണോ താങ്കൾ എന്നോട് ചോദിക്കുന്നത്? എൽഡർ ഹോങ്ങിന്റെ കണ്ടീഷൻ വെച്ച് നോക്കാൻ നേരത്ത് ഇത് പുറത്തുനിന്നുള്ള ഒരു പ്രശ്നമല്ല. അത് അകത്തുനിന്നുള്ള ഒരാൾ ചെയ്തതാണ്. യങ് ഡിസിപ്ലിൻ, താങ്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എൻചോ മെർച്ചന്റ് ഗിൽഡിൽ ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിനെ പോലെയാണ് കഴിയുന്നത്. ഞങ്ങളെല്ലാവരും പരസ്പരം റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് മുന്നിലേക്ക് പോകുന്നത്. എങ്കിലും കുഴപ്പമില്ലല്ലോ. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഈ കൂട്ടത്തിൽ ആരും അല്ലെങ്കിൽ അത് ശരിക്കും ഒരു റിലീഫ് അല്ലേ? അത് പിന്നെ, അത് ശരിയാണ്. താങ്കൾ പേടിക്കൊന്നും വേണ്ട. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനല്ലേ ഒന്നുമില്ലെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് അദ്ദേഹം നന്നായിട്ടൊന്നും ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനു പകരം ആരോ അദ്ദേഹത്തിൻ്റെ മേളിൽ പരീക്ഷിച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ചായിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ വലിയ വിഷയം കാണത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ നീ എങ്ങനെയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സംസാരിച്ച് തന്നെ നമ്മൾ ഇരിക്കുന്ന പോലെ. താങ്കൾ പേടിക്കൊന്നും വേണ്ട. അവിടെ ഇരുന്ന് അങ്ങോട്ട് കണ്ടാൽ മതി. ഞാൻ വന്ന സ്ഥിതിക്ക് ഇനി ഇവിടെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ഉള്ള പലതും സംഭവിക്കാൻ പോകുവാണ്. അതേപോലെ താങ്കൾക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റും കേട്ടോ. പറ, എന്താണ് ഞാൻ താങ്കൾക്ക് ചെയ്തിട്ടുണ്ട്? എന്താണെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഒരു കുപ്പി എടുത്ത് പിടിച്ചു. ദേ, ഇതുപോലത്തെ ലിക്കറില്ലേ, അത് കുറച്ചുകൂടെ കൊണ്ടുവരണം കേട്ടോ എന്നും പറഞ്ഞ് അവനോട് ചിരിച്ച് കാണിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സദേൺ എഡ്ജ് സെക്ടിലെ ആ ഒരു എൽഡറിനെയാണ്.
അവൻ കഴിച്ചുകൊണ്ടിരുന്ന ആ ചോപ്സ്റ്റിക് പെട്ടെന്ന് ഒടിച്ചു കളഞ്ഞു. നാശം, ഇതെനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആ മൗണ്ട് ഹോസെക്റ്റ് ഇവിടേക്ക് വന്നത് എനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിനെല്ലാം അപ്പുറം അവൻ്റെ പേര്, ആ നാറിയുടെ അതേ പേര് തന്നെയാണ്, പ്ലം ബ്ലോസം സോഴ്സ് ആൻഡ് അള്ള ചങ് മ്യങ്. അല്ല, താങ്കൾ പറഞ്ഞു വരുന്നത് ആ പ്ലം ബ്ലോസം സോഴ്സ് സൈനിനെ പറ്റിയായിരുന്നോ? ആ ചോദിച്ചായിരുന്നു സോങ് ബേക്ക് ലി. അദ്ദേഹം സദേൺ എഡിസൈഡിലെ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനാണ്, സോഴ്സിൻ്റെ കോപ്പാണ്. ആ നാർക്ക് അത്ര ഹോണറബിൾ ഉള്ള ഒരു ടൈറ്റിൽ പോലും കിട്ടാൻ പാടില്ല. മൗണ്ട് ഹോസെക്റ്റിനെ പറ്റി എപ്പോൾ പറഞ്ഞാലും എൽഡർ എപ്പോഴും നല്ല ദേഷ്യത്തിലാണ്. സത്യം പറഞ്ഞാൽ പ്ലം ബ്ലോസം സോഴ്സ് സൈൻ മരിച്ചിട്ട് 100 വർഷത്തിൽ കൂടുതലായി, എന്നിട്ടും അവൻ്റെ പേര് ഇപ്പോഴും സംസാരിക്കുന്നു. അതിനർത്ഥം അവൻ എന്തുമാത്രം മികച്ച... അല്ല, താങ്കൾ അതിനെപ്പറ്റി ആലോചിച്ച് എന്തിനാണ് ഈ വിഷമിക്കുന്നത്? വിഷമിക്കണമെന്നാണ് നീ പറഞ്ഞത്? ആ അരകൻ്റെ ഉള്ള നായ അവൻ എൻ്റെ മുമ്പിൽ നിന്ന് എൽഡർ ഹോങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിനെല്ലാം ഉപരി... അല്ല, അതിനെന്താ ഇവിടെ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? അതിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ ഇമ്പ്രൂവ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. എന്ത്? അല്ല, ഇതൊട്ടും നല്ലതല്ല. എൽഡർ ഹോങ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും മൗണ്ട് ഹോസെക്റ്റിനെ സഹായിക്കും. ഇതൊട്ടും നല്ലതല്ല. ഞാൻ ഒരിക്കലും അത് സമ്മതിക്കാൻ പാടില്ല. എൽഡർ, താങ്കൾക്ക് അവൻ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അവനോടൊന്ന് ചേസ് ചെയ്ത് കളഞ്ഞ പോലെ. ചേസ് ചെയ്ത് കളയാനോ? അവൻ വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് ചേസ് ചെയ്ത് കളയാം. സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻസ് അല്ലേ ഞങ്ങൾ. അതിലുപരി ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ മൗണ്ട് ഹോസെക്റ്റിലെ ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിനായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്പാർ ചെയ്യുന്നുണ്ട്, എന്താണ് കുഴപ്പം? പക്ഷേ ഒരു റൂമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവൻ എൽഡർ ഹോങ്ങിനെ ട്രീറ്റ് ചെയ്യാൻ വന്നതാണ്. എങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ മൗണ്ട് ഹോസെക്റ്റും സദേൺ എഡ്ജ് സൈറ്റും തമ്മിലുള്ള ആ ഒരു റൈവലറി. ശരിയായിരിക്കും, പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ... ഞാൻ ഒരു കാര്യം പറയാം, ഓൾറെഡി മൗണ്ട് ഹോസെക്റ്റും സദേൺ എഡ്ജ് സൈറ്റും തമ്മിലുള്ള ഒരു കോൺഫറൻസ് നടക്കാറായിട്ടുണ്ട്. സോ ഇത് ശരിക്കും നല്ലൊരു എക്സ്ക്യൂസ് ആയിരിക്കത്തില്ലേ? നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷേ ഞാനത് അനുവദിക്കത്തില്ല. ആ പയ്യൻ ഇപ്പോഴും ഒരു തേർഡ് ക്ലാസ് ഡിസിപ്ലിൻ മാത്രമാണ്. ഒരു പയ്യൻ്റെ നേരെ വയലൻസ് ഉപയോഗിക്കുന്നത് അതൊട്ടും നല്ലതല്ല. അതിലെല്ലാം ഉപരി അവരിപ്പോൾ കൊളാപ്സ് എന്നതിൻ്റെ വക്കത്താണ്. അപ്പം തന്നെ നമ്മൾ അവരുടെ... അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും അവനോട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താങ്കൾ ഉറപ്പായിട്ടും ഞങ്ങളെ പണിഷ് ചെയ്യത്തില്ലേ? അത് ഉറപ്പായിട്ടും ചെയ്യും. അവൻ്റെ മേൽ ആരെങ്കിലും കൈവച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പണിഷ് ചെയ്യും. സത്യം പറഞ്ഞ ഒരു ഗ്രേറ്റർ റിവാർഡിന് വേണ്ടി ഒരു പണിഷ്മെൻ്റ് എടുത്തെന്ന് പറഞ്ഞ് എന്താണ് കുഴപ്പമെന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. അവൻ സത്യം പറഞ്ഞ മൗണ്ട് ഹോസെക്റ്റിനെ തരം താത്തി കാണുകയാണ്. പക്ഷേ എൻ്റെ സമയത്തല്ലായിരുന്നു അവൻ ജനിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ മൗണ്ട് ഹോസെക്റ്റ് എന്ന് പറഞ്ഞത് സദേൺ എഡ്ജ് സൈറ്റിനെ തൊടാൻ പോലും പറ്റാത്ത ഉയരത്തിലായിരുന്നു. ആ ഒരു ഡിമോണിക് സിറ്റി അവരെ ഇൻവേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അവരിന്നും മുകളിൽ തന്നെയായിരുന്നു. സദേൺ എഡ്ജ് സൈറ്റ് അവരുടെ താഴത്തായി പോയെന്ന. പക്ഷേ ആ സമയം അതിനി ഒരിക്കലും വരാൻ പാടില്ല. ഇന്ന് മൗണ്ട് ഹോസെക്റ്റിലെ ആ ഒരു ഡിസിപ്ലിൻ ഇവിടെ വന്ന് ആ പേരോടുകൂടി അവൻ്റെ ഇൻഫ്ലുവൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇനിങ്ങോട്ട് ചൊറിഞ്ഞു കയറി. എത്രയും പെട്ടെന്ന് സെക് ലീഡറിനെടുക്കെ കാര്യം പറഞ്ഞ് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. പിന്നെ കാണിക്കുന്ന ആ 2 ഡിസിപ്ലിൻസ് നേരെ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അല്ല ബ്രദർ, താങ്കൾ എന്ത് ചെയ്യാൻ പോകുവാണ്? ആ പറഞ്ഞായിരുന്നു ഹീഗോ. അദ്ദേഹവും സദേൺ എഡ്ജ് സൈറ്റിലെ ഒരു സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിനാണ്. നമ്മളവനെ കൺവിൻസ് ചെയ്യണം അവൻ തിരിച്ചു പോകാനായിട്ട്. പക്ഷേ ഉള്ളത് പറഞ്ഞാൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു കാര്യം. ഒരു കൊച്ചു പയ്യൻ്റെ നേരെ ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. പക്ഷേ എൽഡേഴ്സിന് നല്ലതാണെങ്കിൽ ഇത് തന്നെ നമ്മൾ ചെയ്യണം. അല്ല, എങ്കിലൊന്ന് ആലോചിക്കേ, ഈ മൗണ്ട് ഹോസെക്റ്റ് എന്താലോചിച്ചിട്ടാണല്ലേ ഒരു കൊച്ചു പയ്യനോടേക്ക് വിട്ടത്? മേ ബി അത് അവരുടെ അവസ്ഥ ആയതുകൊണ്ടായിരിക്കും. പിന്നെ എന്തവസ്ഥ? അവസ്ഥയാണെങ്കിലും ഇങ്ങനെയൊക്കെ കാണിക്കാവോ? അതെന്തെങ്കിലും ആട്ടെ, നമ്മൾ നമ്മുടെ ജോലി ചെയ്താൽ മാത്രം മതി. നമ്മളിവിടേക്ക് വന്നത് എൽഡറിനെ ഹെൽപ്പ് ചെയ്യാൻ. പെട്ടെന്ന് അവനവിടെ നിന്നു. അപ്പോൾ കുഴപ്പമില്ലടാ, അവനെ തേടി നമ്മൾ പോകേണ്ടി വന്നിട്ടില്ല. കാര്യം ചെങ് മെങ് അവൻ്റെ തൊട്ട് മുമ്പിൽ ആടിപ്പാടി പാട്ടും പാടി നടക്കുകയാണ്. ഗ്രീറ്റിംഗ്സ്, ഞാൻ മൗണ്ട് ഹോസെക്റ്റിൻ്റെ ഒരു ഡിസിപ്ലിനെ കണ്ടതിൽ സന്തോഷവാനാണ്. ഞാൻ സോങ് ബേക്ക്ലി, എ സെക്കൻഡ് ക്ലാസ് ഡിസിപ്ലിൻ ഓഫ് ദി സദേൺ എഡ്ജ് സൈറ്റ്. ഹലോ. ആ അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾ എവിടേക്കാണ് പോകുന്നത്? എൽഡർ ഹോങ്ങിനെ കാണാനായിട്ട്, അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഒരു പയ്യനാണെങ്കിലും അവന് നല്ല അഹങ്കാരമുണ്ട്. അതിലുപരി ഇവൻ്റെ ട്രീറ്റ്മെൻറ്റ് വർക്കാവുന്നുണ്ടെന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അല്ല, താങ്കൾക്ക് തിരക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം സംസാരിച്ചോട്ടെ? ആ, എന്താണത്? താങ്കൾക്ക് അറിയാവുന്ന പോലെ സദേൺ എഡ്ജ് സൈറ്റും മൗണ്ട് ഹോസെക്റ്റും തമ്മിൽ സ്പാറിംഗ് മാച്ച് എപ്പോഴും നടക്കാറുണ്ട്. നമ്മൾ എവിടെ വെച്ച് കണ്ടാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ സദേൺ എഡ്ജ് സൈറ്റും മൗണ്ട് ഹോസെക്റ്റും തമ്മിൽ ഒരു കോൺഫറൻസും നടക്കാറുണ്ട്. 2 സൈറ്റും തമ്മിലുള്ള ഒരു സ്പാറിംഗ് മാച്ച് അല്ലേ? ഓ, അങ്ങനെയാണോ? അതെനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ റീസെൻ്റ്ലിയാണ് ജോയിൻ ചെയ്തത്. ഓ, അങ്ങനെയാണല്ലേ? അപ്പോൾ ഇവനാ കോൺഫറൻസിനെ പോലും പറ്റി അറിഞ്ഞൂടാ, എന്നിട്ട് അഹങ്കാരം നോക്കിക്കേ. മൗണ്ട് ഹോസെക്റ്റിൻ്റെ സോഴ്സ്മാൻഷിപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത് എനിക്ക് എന്തായാലും ട്രെയിനിങ് നന്നായിട്ട് ഹെൽപ്ഫുൾ ആകുമെന്ന് തോന്നുന്നുണ്ട്. താങ്കൾ എന്ത് പറയുന്നു? അതിലുപരി ഞങ്ങളുടെ സെക്കൻഡ് ആ ഒരു എക്സ്പീരിയൻസും താങ്കൾക്ക് ലഭിക്കുകയും ചെയ്യുമല്ലോ. ശരിയാണ്, ഇവന് ഉറപ്പായിട്ടും ഇനി എന്നെ റിജക്റ്റ് ചെയ്ത് ഇവിടുന്ന് പൊക്കോളും. ഒന്നുമില്ലെങ്കിൽ എൻ്റെ പ്രസൻസ് കണ്ടിട്ട് അവന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അവൻ എന്തായാലും എന്നെ ഒന്നും തൊടാൻ പോലും
പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഓ അപ്പൊ നീ പറഞ്ഞു വരുന്നത് ഞാനും നീയും തമ്മിൽ ഫൈറ്റ് ചെയ്യണമെന്നാണ്. ഏ അല്ല ഫൈറ്റ് ചെയ്യണമെന്നല്ല, നമ്മൾ സോഡ് എക്സ്ചേഞ്ച്. ഫൈറ്റ് എന്നും ഫൈറ്റ് തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അല്ല അപ്പം നീ ഫൈറ്റ് ചെയ്യണ്ടേ? ഫൈറ്റ് ഇങ്ങോട്ട് ചോദിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ നീ അത് റിഗ്രറ്റ് ചെയ്തേക്കല്ലേ? പിന്നെ കാണിക്കുന്നത് അവർ രണ്ടുപേരും അവിടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. ഞാൻ നിന്റെ സെക് നെയിം ചോദിച്ചോട്ടെ? എനിക്ക് ഇതുവരെ കേട്ടിട്ടില്ല, പക്ഷേ എൻ്റെ പേര് ചങ് മെങ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ ചെങ് മെങ് എന്ന് തന്നെ വിളിക്കാം. ഡിസിപ്ലിൻ ചെങ് മെങ്, ഞാൻ ഒരു അഡ്വൈസ് തരാം. നീ ഒരു കൊച്ചു കുട്ടിയായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നീ ഇപ്പം ചെയ്യുന്നത് ഒരു വലിയൊരു തെറ്റ് തന്നെയാണ്. നിനക്കറിഞ്ഞൂടാ നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പ് എന്തുമാത്രം വലുതാണെന്ന്. ഞാനൊരു അഡ്വൈസ് തരികയാണ്. നീ എത്രയും പെട്ടെന്ന് തിരിച്ച് മൗണ്ട് ഹോസക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ കിടന്ന് പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും നീ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? നിന്റെ പറച്ചിലേട്ടാത്തൊന്നു സദേൺ എനർജി ശക്തി സോഴ്സ് കൊണ്ടല്ല വേഡ്സ് കൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. നീ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അത് ഞാൻ പോണോ? ഈ നാറി പെട്ടെന്ന് അവൻ കൈ ഉയർത്തി. എന്നിട്ട് ആ സോഡ് കയറി മുറുക്കി പിടിച്ചു. ഇവനോട് സംസാരിക്കുന്നിടത്ത് എൻ്റെ സ്വബോധം താഴത്തേക്ക് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാടാ കുരുപ്പേ, നിന്നെ ഞാൻ അടിച്ച് തൂറിക്കും. ശരിയാണ്, ഇനി എന്തായാലും ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പെട്ടെന്ന് അവൻ കൈ ബോച്ചായിട്ട് പറയും ചെയ്യും. ഞാൻ സദേൺ അടിച്ച സക്കിലെ സോങ് ബേക്കിലി ഞാൻ ഹംബിളുള്ള ഒരു റിക്വസ്റ്റ് പറയുകയാണ് മൗണ്ട് ഹോസക്കിലെ ചങ് മെങ്ങിനോട്. നമുക്കൊന്ന് സോൾ ക്ലാഷ് ചെയ്താലോ? ഒരു മിനിറ്റ്. അല്ല ഇപ്പം എന്തു പറ്റി? ഞാൻ നിന്നോടല്ല സംസാരിച്ച, നിന്റെ പുറകിലുള്ളവനാ. ഡാ ചെറുക്ക. ആര്? ഞാനോ? നീ തന്നെ. ആ സോഡ് എനിക്ക് തരുമോ? എന്ത്? ഇവനൊരു സോഡ് പോലും ഇല്ല ഞാൻ ഇവിടേക്ക് വന്നത്. അല്ല നീ ഒരു സോഡ്സ്മാൻ അല്ലേ? എന്നിട്ട് നിന്റെ ഒരു സോഡില്ലേ? അല്ല ഞാനത് എടുത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഞാൻ വല്ല കമ്പാ കോലെടുത്തേണ്ടി വരാമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ പോയപ്പോ മൗണ്ട് ഹോസക്റ്റി അവന് കൊടുക്കടാ. എന്ത്? അവന് കൊടുക്ക്. എനിക്കെന്തായാലും ഒട്ടും നേരെ തരം തത്തി അവനോട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരു താല്പര്യമില്ല. ഡാന്ന് വിളിച്ച് അവൻ തിരിഞ്ഞു നോക്കിയപ്പോ ആ സോഡ് അവൻ്റെ നേരെ തെറിച്ച് വരികയാണ്. പെട്ടെന്ന് അത് പിടിച്ചിട്ട് താങ്ക്സ് എന്ന് പറഞ്ഞ് അതെടുത്ത് എൻ്റെ തോളത്തേക്ക് വെച്ചു. അപ്പൊ എങ്ങനെ, നമുക്ക് തുടങ്ങിയാലോ? നീ ആ സോഡ് പുറത്തേക്ക് എടുക്കുന്നില്ലേ? അത് കൊള്ളാം. ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, പിന്നെന്തിനാ ഞാനത് പുറത്തേക്ക് എടുക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ നീ ഇത് ചെയ്യാം. എനിക്കിത് ഒട്ടും തന്നെ ഇവനോട് സംസാരിക്കാൻ നേരത്ത് എൻ്റെ സ്വബോധമൊന്നുമല്ല, എൻ്റെ മാനസിക നില തന്നെ തകരുന്ന പോലെയാണ്. ആദ്യം ഞാൻ എന്നെ പേടിപ്പിച്ച് വിടുന്ന പറഞ്ഞു വിടാനാണ് വിചാരിച്ചത്. പക്ഷേ ഇനി അത് പറ്റത്തില്ല. ഇനി നിന്നെ എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നിന്റെ ഗാഡ് ലെറ്റ് ഓൺ ചെയ്യേണ്ട പാടില്ല. ലെറ്റ് ഓൺ ചെയ്യുന്ന അടുത്ത നിമിഷം നീ ഒന്ന് നിർത്തിയിട്ട് ഫൈറ്റ് ചെയ്യാൻ നോക്ക്. കുറെ നേരമില്ലേ ബ്ലാ ബ്ലാ ബ്ലാ. പെട്ടെന്ന് അവന് ദേഷ്യം വന്നിട്ട് അവൻ്റെ സോൾ എടുത്ത് പിടിച്ചു. അടുത്ത സെക്കൻഡ് അവൻ നേരെ ബാക്കിലേക്ക് വെച്ചു. പിന്നെ കാണുന്നത് അവൻ്റെ കാലിലേക്ക് ഫുൾ പവർ കൊടുത്തിട്ട് നേരെ നമ്മുടെ ചങ് മെങ്ങിന് നേരെ പാഞ്ഞ് വരുന്നതാണ്. സത്യം പറയാലോ, ചങ് മെങ് ഞെട്ടിത്തരിച്ചു പോയി. അതിനടുത്ത നിമിഷം ആ സോഴി ചരിച്ചു പിടിച്ച് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. പക്ഷേ ചങ് മെങ് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ ഒന്ന് തെറിച്ച് അവൻ ശരിക്കും ഞെട്ടി. എന്നാൽ അടുത്ത നിമിഷം സോങ് ബേക്ക് അവൻ്റെ കാലെടുത്ത് വെച്ചിട്ട് വീണ്ടും ചങ് മെങ്ങിൻ്റെ നേരെ പാഞ്ഞെടുത്തു. അവൻ വീണ്ടും അത് ബ്ലോക്ക് ചെയ്തു. എന്നാൽ ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി എന്ന് തന്നെ പറയണം. അതിന്റെ ഇമ്പാക്റ്റ് ആ സ്ഥലം മുഴുവൻ പരക്കുന്നുണ്ടായിരുന്നു. ആ പൊടിപടലങ്ങൾ മാറുന്നത് അവൻ പറയും ചെയ്യും. ബ്രദർ ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുവാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്ര പെട്ടെന്ന് ഇത് നിർത്താൻ ചാൻസ് ഇല്ല. ആ പയ്യനെ പേടിപ്പിച്ച് ഒരു അവസ്ഥയിലാക്കിയിട്ടേ അദ്ദേഹം ഇത് നിർത്തത്തുള്ളൂ. എങ്കിലും ഉള്ള കാര്യം പറയാലോ ചങ് മെങ്, നീ തിരഞ്ഞെടുത്ത ആള് തെറ്റിപ്പോയി. ബ്രദർ സത്യം പറഞ്ഞാൽ ശരിക്കും ഹോൾഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടും നീ ഇവിടെ ചുമ്മാ പിടിച്ചു നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ബ്രദർ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് നിമിഷവും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. പക്ഷേ ഒരു പയ്യനെ ഹറാസ് ചെയ്യാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ മോറലിനെ അത് സമ്മതിക്കാത്തത് കൊണ്ടാണ് നീ ഇപ്പോഴും നിൽക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നിന്നെ തല്ലാതെ അദ്ദേഹം ഒരു പാഠം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിന്റെ ആരെങ്കിലുള്ള സ്വഭാവം ഇന്ന് അദ്ദേഹം തീർത്തു തരുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സോങ് ബെക്ക് ചാടി ഒരു അറ്റാക്സിനിട്ട് വരികയും ആ അറ്റാക്ക് ചങ് മെങ്ങിൻ്റെ മുഖത്തടിച്ചു എന്ന് തോന്നി വലിയൊരു ഇമ്പാക്റ്റ് കേട്ടപ്പോഴേക്കും അവൻ നേരെ ബാക്കിലേക്ക് പുഷ് ചെയ്യപ്പെട്ടു. ലിറ്ററലി അവനത് ബ്ലോക്ക് ചെയ്തു. ഈ സമയത്ത് തന്നെ സോങ് ബെക്ക് പറയും ചെയ്യും, അല്ല വീണ്ടും അതുതന്നെ. അവൻ വീണ്ടും അത് ഡിഫ്ലക്ട് ചെയ്തിരിക്കുന്നു. അത്ര ഹെവി ആയിട്ടുള്ള സോഡ് അവൻ വീണ്ടും അത്. അല്ല ഒന്ന് ചിന്തിക്കാൻ നേരത്ത് ഇപ്പോൾ മാത്രമല്ല, ഞാൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവൻ ഓൾറെഡി അത് ബ്ലോക്ക് ചെയ്തിരുന്നു. ലിറ്ററലി അവൻ എൻ്റെ ബ്ലേഡ് പാർട്സ് മനസ്സിലാകുന്ന പോലെ, എൻ്റെ മനസ്സ് അവൻ വായിക്കുന്നത് പോലെ. നിന്റെ അഹങ്കാരം ഞാനിപ്പോൾ തീർത്തരാന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഇടയ്ക്ക് ചാടി വന്നു. ഇത്തവണ നല്ല ദേഷ്യത്തിലായിരുന്നു. എനിക്കൊന്ന് കാണണം നീ ഇതെങ്ങനെ ഡിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവൻ ചെയ്ത അറ്റാക്ക് മിഡ് എയറിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ചങ് മെങ്ങിൻ്റെ തലയിലേക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അവൻ സിമ്പിളായിട്ട് അവൻ്റെ കാലെന്നൊരു സൈഡിലേക്ക് മാറ്റി ആ സോഡ് ഒന്ന് ചരിച്ചു കൊടുത്തു.
ലിറ്ററലി അത്ര മാസീവ് ഉള്ള അറ്റാക്ക് അവനവിടെ ഡിഫ്ലക്ട് ചെയ്തു. അവൻ നിസ്സാരമായി തന്നെ അത് ഡിഫ്ലക്ട് ചെയ്തു. പെട്ടെന്ന് ചങ്മിങ് വീണ്ടും ബാക്കിലേക്ക് ചാടി മാറി. എൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് സദ്യനടിച്ച സെറ്റിലെ ഏറ്റവും ബെസ്റ്റ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടൊന്നും പറഞ്ഞ് അവനവൻ്റെ കൈ മുറുക്കി പിടിച്ചു. ചങ്മിയന് മനസ്സിലായി എന്തോ പണി വരാൻ പോകുന്നത്. അടുത്ത നിമിഷം അവിടെയുള്ള ആ ഒരു എനർജി മുഴുവൻ അവൻ്റെ അടുത്തേക്ക് ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ശരിക്കും ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞ് സോങ് ബാക്കിന്റെ ചുറ്റിനും ആ ഒരു എനർജി ഗ്യാദർ ചെയ്തിട്ട് അവൻ നേരെ തിരിഞ്ഞു നോക്കി. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള എക്സ്റ്റെൻഡിങ് ബ്ലേഡ് കട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നീ ഇത് ബ്ലോക്ക് ചെയ്യുന്ന എനിക്ക് കാണണമെന്ന് പറഞ്ഞ് അവൻ പാഞ്ഞ് ചങ്മിങ്ങിന്റെ നേരെ വന്നപ്പോഴേക്കും ബ്രദർ സൂക്ഷിച്ച് പെട്ടെന്ന് അവനത് ഓർമ്മ വന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ ചെയ്ത അറ്റാക്കിന്റെ ആ ഒരു ഇന്റേണൽ എനർജി അവൻ വിഡ്രോ ചെയ്തു. എന്നാൽ ആ ഒരു അറ്റാക്ക് അവിടെ ഒന്ന് പതിക്കുകയും അടുത്ത നിമിഷം അവിടെയുള്ള എയറൊക്കെ ഒന്ന് ബാക്കിലേക്ക് പോവുകയും ചെയ്തു. ഭാഗ്യം ഞാൻ ഓൾമോസ്റ്റ് ഫുൾ പവർ യൂസ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അടുത്ത നിമിഷം നമ്മൾ കണ്ടത് ചെങ്മെങ് നേരെ ബാക്കിലേക്ക് തെറിച്ച് അവിടെയുള്ള ഭിത്തിയിൽ പോയി ഇടിച്ച് ചോര ഛർദ്ദിച്ച് നേരെ നിലത്തേക്ക് വീഴുന്നതാണ്. അത് കണ്ടപ്പോൾ രണ്ടുപേരും അത്ഭുതപ്പെട്ടുപോയി. കാര്യം ചെങ്മെങ് നേരെ നിലത്തുനിന്ന് വീണത് മാത്രമല്ല അവിടെ ഒരു സൈലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെങ്മെങ് നന്നായിട്ട് ചോര ഛർദ്ദിക്കാനും തുടങ്ങി. അതും കൂടെ കണ്ടപ്പോൾ അവൻ ശരിക്കും, അതായത് സോങ് ബാക്ക് ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയിക്കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ജസ്റ്റ് ട്രസ്റ്റ് മീ, ഇത് അവൻ്റെ വേറെ ഒരു പ്ലാൻ മാത്രമാണ്. ആ പ്ലാൻ എന്തെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗിലായിരിക്കണം.